പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഇന്ന് കൂടിയുള്ളത് പ്രിയപ്പെട്ട നാസർ പനച്ചി. എനിക്ക് എരുമേലി ജീവിതത്തിൽ തുടങ്ങിയപ്പോൾ മുതൽ, അതായത് ഏകദേശം ഒരു 30 വർഷത്തോളമായി, അന്ന് മുതൽ ഞങ്ങൾ ബന്ധമുണ്ട്. ഇന്ന് വരെ ആ ബന്ധത്തിന് ഒരു കുറവുമില്ല. അദ്ദേഹം ജന മനസ്സുകളിൽ ഇടം നേടി പൊതുപ്രവർത്തന രംഗത്ത് സംക്ഷിപ്തമായൊരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പനച്ചിയിൽ കുടുംബത്തിലെ ഒരു ശാന്തതയും സന്തോഷവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഇന്ന് എരുമേലി ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കുന്നു. പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസിൻ്റെ സജീവമായ നേതൃത്വത്തിൽ അദ്ദേഹമുണ്ട്. നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായ എരുമേലിയിലെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന എരുമേലി വാവരുപള്ളി എരുമേലി നൈനാർപള്ളി മസ്ജിദിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒത്തിരി പ്രസക്തി നമ്മുടെ ഈ അഭിമുഖത്തിലുണ്ട്. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും, അദ്ദേഹം അതിന് മറുപടി വരും. സൗഹാർദ്ദപരമായ സംഭാഷണം മാത്രമാണ്. പ്രിയപ്പെട്ട പനച്ചി, എരുമേലിയെ പറ്റിയുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയാമോ? നമസ്കാരം. എരുമേലി എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണ്. അത് ആ ചരിത്രവും എരുമേലിയുടെ പ്രാധാന്യവും നമ്മുടെ ഈ തലമുറ കൊണ്ടുവന്നതല്ല. പരമ്പരാഗതമായി നമ്മുടെ പൂർവികന്മാർ എരുമേലിയിലെ മതസൗഹാർദ്ദം നിലനിർത്തി. ഇന്ന് മതസൗഹാർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ നമ്മുടെ ദേശീയ അന്തർദേശീയ തലത്തിലും മറ്റുള്ള മേഖലകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ ആധുനിക ലോകം, ഈ ആധുനിക ലോകം സ്വപ്നം കാണുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാർ കരുതി വെച്ച ഒരു മൂല്യമാണ് എരുമേലിയുടെ സാംസ്കാരിക പൈതൃകം. അത് ഒരു മതത്തിൽ നിന്ന് ജനിച്ചതല്ല. അതിവിടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ നമ്മുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായാലും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരായാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായാലും ഏകോദര സഹോദരങ്ങളെപ്പോലെ തോളോട് തോള് ചേർന്ന് നിന്ന് വാർത്തെടുത്ത ഒരു സംസ്കാരമാണ് എരുമേലിയുടേത്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത്. നമ്മളതിൻ്റെ ഭാഗവാക്കായിക്കൊണ്ട് നമ്മൾ അതിൻ്റെ മൂല്യം ഒട്ടും തന്നെ ശോഷണം സംഭവിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എരുമേലിക്ക് വളരെയധികം വികസനപരമായി വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഘടകമായിട്ട് ഞാൻ കാണുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് എരുമേലി എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒന്നാമത്തേതായിട്ട് ഞാൻ കാണുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ദർശിക്കാൻ എരുമേലിയിലെത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ. ആ അയ്യപ്പ ഭക്തർ നമ്മളൊന്ന് കണക്ക് കൂട്ടേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം, ഓരോ വർഷം ചെല്ലുമ്പോഴും ഈ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടുന്നതല്ലാതെ പല വിധത്തിലും പല പ്രശ്നങ്ങളും ശബരിമലയിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ പോലും എരുമേലി വഴി വരുന്ന അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ ആ എണ്ണത്തിലൊരു ശോഷണം സംഭവിച്ചിട്ടില്ല. അപ്പോൾ എരുമേലിയിൽ വരുന്ന ഏതാണ്ട് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ എരുമേലി വന്ന് ഇറങ്ങി പേട്ട കെട്ടി അവരുടെ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം നടത്തിയിട്ടാണ് പോകുന്നത്. ഇതിനെയെല്ലാം നമ്മൾ കാണുന്നത്, നമ്മുടെ സഹോദരന്മാരെ കാണുന്നത്, വരുന്ന അയ്യപ്പ തീർത്ഥാടകരെ അതിഥികളായി കണ്ട് അവർക്ക് വേണ്ട സംവിധാനം മുഴുവൻ നമ്മൾ ഒരുക്കി കൊടുക്കുക. ഭാഗ്യവശാൽ നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ, നിർഭാഗ്യം എന്ന് പറയട്ടെ, എരുമേലിയെ സംബന്ധിച്ചിടത്തോളം എരുമേലിക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കിട്ടിയിട്ടില്ല ഇതുവരെ. അത് മാറി മാറി വന്ന ഭരണകൂടമെല്ലാം അതിൻ്റെ ഉത്തരവാദികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളുടെ പ്രശ്നമാണെന്ന് പറയുന്നു. പക്ഷേ താങ്കളും ഈ പറയുന്ന ഒരു കുറേ കാലങ്ങളായിട്ട് 10-15 വർഷം എനിക്ക് തോന്നുന്നു ഈ ജനസംവിധാനത്തിൻ്റെ ഭരണഭാഗത്തുണ്ട്. അപ്പം നമ്മുടെ ഈ പറയുന്ന ഭരണ സംവിധാനത്തിൽ ഈ പറയുന്ന സംസ്ഥാന കേന്ദ്ര തലങ്ങളിലേക്ക് നമ്മുടെ എരുമേലിയുടെ പ്രാധാന്യം കൂടുതലായിട്ട് എത്തിക്കാൻ, കാരണം എരുമേലി ജമാഅത്തുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, നമ്മുടെ അയ്യപ്പ സേവാ സംഘങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. കാരണം നമുക്കറിയാം ലോകം മുഴുവൻ ഈ പറയുന്ന മതങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജാതിക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ എരുമേലിയുടെ ആ മതസൗഹാർദ്ദത്തിൻ്റെ ഈ ഒരു സംഭവം അത് എന്തുകൊണ്ട് നമുക്ക് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ എത്തിച്ച് എരുമേലിയുടെ വികസനം ഇതൊന്നുമല്ല.
കാരണം നമ്മുടെ ബൈപ്പാസുകൾ, നമ്മുടെ ഈ ട്രാഫിക് കുരുക്കുകൾ, സീസണിലുള്ള പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ തിരുപ്പതി മോഡൽ ഒരു സംവിധാനം പണ്ട് പോലെ പറഞ്ഞു കേൾക്കും. പാക്കേജ് തിരുപ്പതി പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ്. അതിനോടൊരു ഒരു സെപ്പറേറ്റ് ബോഡി ഉണ്ടാക്കുമല്ലേ ഏറ്റവും നല്ലത്. ഇപ്പോൾ പണ്ട് ടൗൺഷിപ്പുകളൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ഈ വരുന്ന കോടിക്കണക്കിന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില പദ്ധതികൾ, അത് ഈ പഞ്ചായത്ത്, ജമാഅത്ത്, ദേവസ്വം ബോർഡ് ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നടത്തി എടുക്കേണ്ട ഉത്തരവാദിത്തം, അതിന് തുടക്കം ഇടേണ്ടത് നമ്മുടെ എരുമേലി പഞ്ചായത്ത്, ജമാഅത്ത്, എരുമേലി പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ, ഇവരൊക്കെ കൂടിയാണ്. അപ്പോൾ അതിലേക്കൊരു ചർച്ച നമുക്ക് കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും അതിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ എരുമേലിയിൽ പ്രാവർത്തികമാക്കാനും എരുമേലിയുടെ മുഖച്ഛായ മാറണമെങ്കിലും എരുമേലി ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. അത് 2000 മുതൽ അന്നത്തെ 2000-ലെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ ജോർജ് മാത്യു MLA നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിയമസഭയിൽ ഒന്ന് ഉന്നയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, സബ്മിഷൻ ഉന്നയിച്ചതാണ്. ഏതായാലും ഈ ഒരു പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ എരുമേലിയുടെ ശ്രദ്ധ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യം മുഴക്കുന്നത് ബഹുമാന്യനായ PC തോമസ് MP ആണ്. അദ്ദേഹം 1989 ഇവിടുന്ന് വിജയിച്ച് പാർലമെൻറ്റിലെത്തിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കന്നിപ്രസംഗമാണെന്ന് തോന്നുന്നു, ഞാൻ ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്ഥാനം പിടിക്കേണ്ട ലോകത്തിന് തന്നെ മാതൃകയായ മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത കേന്ദ്രമായ എരുമേലി ഉൾക്കൊള്ളുന്ന പ്രദേശത്തു നിന്നാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഒരു ഡെവലപ്മെൻറ്റ് അതിനുണ്ടായിട്ടില്ല. അതിനുശേഷം ഇപ്പം ശബരിമല പിന്നെ ശബരി എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം അന്നും മുതലുള്ള ശബരി റെയിൽപാതയുണ്ട്. ഇതൊന്നും യാഥാർത്ഥ്യമാകില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അന്ന് അതിനും ചുക്കാൻ പിടിച്ചത് നമ്മുടെ PC തോമസ് MP ആണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ ശ്രീ അൽഫോൺസ് കണ്ണന്താനം MLA ആയിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന ബഹുമാന്യരായ PH കുര്യൻ സാർ കളക്ടറായിട്ടിരുന്നപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു ഫോളോ അപ്പ്, പിന്നീടുണ്ടായ സംവിധാനം, ഭരണകൂടങ്ങൾ, ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഞാനൊരു കഴിഞ്ഞ 10-35 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരു 20 വർഷമായി സജീവമായി ഭരണസിരാ കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള ആളാണ്. പക്ഷെ നമുക്കത് എരുമേലിക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നതിൽ എന്തുകൊണ്ടോ, ഇതിനകത്ത് ഈ 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ 2000 മുതൽ 2005 വരെ പിന്നെ UDF ഗവൺമെൻറ് വന്നു. അത് കഴിഞ്ഞ് LDF ഗവൺമെൻറ് വന്നു. ഇപ്പം വീണ്ടും 10 വർഷം LDF ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ടോ ഇതിൻ്റെ ഒരു പ്രാധാന്യം, ചരിത്രപരമായ ഒരു പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ഭരണകൂടത്തിനും സാധിച്ചില്ല. അതിൻ്റെ ഒരു ഘടകമുണ്ട്. നമ്മുടെ എരുമേലിയിൽ ചില താല്പര്യങ്ങൾ, അതായത് നമ്മുടെ എരുമേലിയുടെ വികസനം വേണ്ട, എരുമേലിക്ക് വികസനം വേണ്ട, അല്ലെങ്കിൽ എരുമേലിക്ക് പുറത്തോട്ട് വികസനം മതി, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഏറ്റവും ശക്തമായിട്ട് അല്ലെങ്കിൽ സിമ്പോസിയങ്ങൾ, ചർച്ചകൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് നമ്മുടെ ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ഇതൊരു ചർച്ചയാക്കി മുന്നോട്ട് പോകാൻ ഉള്ള താല്പര്യം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് ഇപ്പോൾ 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 5 വർഷം പൂർത്തീകരിക്കുന്നത് ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ എരുമേലിയുടെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് എരുമേലി നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു പണിത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്ത് ബഡ്ജറ്റിൻ്റെ തന്ന് ശ്രീമാൻ ബിനോയ് അലവുങ്കനായിരുന്നു വൈസ് പ്രസിഡന്റ്. ചെറിയൊരു തുക അതിനകത്ത് പ്രൊവിഷൻ വെച്ചു. മുക്കുട്ടറ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് ഏത് സമയം നിലമ്പത്ത് ഓരോരുത്തരുടെ ദേഹത്ത് തല വീണുകൊണ്ടിരിക്കുകയാണ്, ഇടിഞ്ഞു. അത് പൊളിച്ചു കഴിക്കുന്നതിന് വെച്ച് അതിനും ഒരു പ്രൊവിഷൻ വെച്ചു. എന്നാൽ പിന്നീട് വന്ന അത് നമ്മുടെ എരുമേലി, അതായത് എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പം നിലവിലുള്ള ഭരണസമിതിയിൽ കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം. കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് വന്നത്. അതായത് ഈ കോൺഗ്രസ് സംവിധാനത്തിൽ ഈ പറയുന്ന ത്രയം വെച്ചുള്ള ഒരു പരിപാടി തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഒരു നാടിൻ്റെ വികസനത്തിന് ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല. അതായത് ഒരു ഭരണസമിതി വന്നു കഴിയുമ്പം 6 മാസം കഴിയുമ്പോൾ പ്രസിഡന്റ് മാറുക, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് പ്രസിഡന്റ് മാറുക. അതായത് ഘടകകക്ഷിയാണെങ്കിൽ ഓക്കെ, അതായത് UDF-ലെ ഘടകകക്ഷികൾക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ LDF-ലെ ഘടകകക്ഷികൾക്കാണ് സീറ്റ് ചേഞ്ചസ് വരാം. പക്ഷേ കോൺഗ്രസിനെ പോലുള്ള ഒരു ദേശീയ ജനാധിപത്യ പാർട്ടിയിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭരണമാറ്റം
എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പം പറഞ്ഞ പോലെയുള്ള ഈ വികസന തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി ഒരഭിപ്രായം പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. സ്വാഭാവികമായും ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് ചില അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രസിഡൻഷിപ്പ് ഡിവൈഡ് ചെയ്യുന്നൊരു സാഹചര്യം വന്നത്. ആ ഡിവൈഡ് ചെയ്യുന്ന ലേഡീസിൻ്റെ, നമുക്കെല്ലാവർക്കും അറിയാം, ലേഡീസായിരുന്നു, വനിതാ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഈ 5 വർഷത്തിനിടയ്ക്ക് കോൺഗ്രസ് ഭരിച്ചിരിക്കുന്നത് 18 മാസമേ ഉള്ളൂ. 10 വർഷം ആദ്യത്തെ പ്രസിഡന്റ്, രണ്ടാമത്തെ വർഷം 2 ടേമിൽ 8 മാസം രണ്ടാമത്തെ പ്രസിഡന്റ്, 18 മാസമുള്ളൂ. ഈ 18 മാസം കൊണ്ട് നമ്മൾ ഈ 18 മാസത്തിൻ്റെ സമയത്തിനിടയ്ക്ക് കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് ചെയ്യാൻ വന്നു. അതിനുശേഷം അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത് നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ഭരണ സംവിധാനം തുടർന്നെങ്കിൽ മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു പാളിച്ച എന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മോശപ്പെടുത്തുകയല്ല, പക്ഷേ ഈ ഒരു സംവിധാനം, അതായത് ഇപ്പം നമ്മളൊരു ഭരണ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂറ്റി ഭരണ സംവിധാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കും, ഇല്ലെങ്കിൽ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. പൊതുസമൂഹത്തിനും തോന്നിയതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു സംവിധാനം വന്നു. ഇപ്പോൾ ഇത് ഓക്കെ, എരുമേലിയുടെ പിന്നെ കണ്ടിന്യൂട്ടായിട്ടൊരു ഭരണസമിതി ഉണ്ടായെങ്കിൽ മാത്രമേ ഇനിയാണെങ്കിലും, അതായത് ഇനി വരുന്നു, ഇപ്പം 5 വർഷം പറഞ്ഞ ഇതാന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന സമയത്താണെങ്കിൽ ഒരു പ്രസിഡൻഷിപ്പ് എന്ന് പറയുന്ന നിലക്ക് ഇങ്ങനെ ഈ പാർട്ടായിട്ട് കൊടുക്കാതെ, ഇപ്പം നമ്മുടെ ഇപ്പോൾ ജനറൽ സംവിധാനമാണെന്ന് അറിയുന്നു എരുമേലി പഞ്ചായത്ത്. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂറ്റി പ്രസിഡൻഷിപ്പ് കൊടുത്തിട്ട് വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം, അല്ലേ? ഏത് ഭരണസമിതിയായി അതങ്ങനെ വന്നു കഴിഞ്ഞെങ്കിലല്ലേ ഈ വികസന പരിപാടികൾ നടക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഇപ്പം ഈ ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ വികസിപ്പിക്കായിരുന്നു. ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് വിളിച്ചു കഴിഞ്ഞാൽ ഇൻകൽ ഏജൻസി ഇവിടെ വന്നിട്ട് ആ പറയുന്ന പഠനങ്ങളെല്ലാം നടത്തി നല്ല അടിപൊളിയായിട്ട് നടത്തിയതാണ്. അതെ. അപ്പോൾ ആ പ്രൊജക്റ്റ് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഇതിനകത്ത് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2 പേർക്കോ 3 പേർക്കോ കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. അത് നമ്മുടെ നമ്മൾ കണ്ടുവരുന്നത് കോൺഗ്രസ് പാർട്ടിയിലോ UDFയിലോ മാത്രമല്ല, അതാത് ഭരിക്കുന്ന പാർട്ടിയിൽ CPMൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ CPMൻ്റെ പ്രതിനിധികൾക്ക് ഒന്നിലധികം പ്രാവശ്യം ഒരു ടേമിൽ കൊടുത്തിട്ടുണ്ട്, CPIയുടെ കൊടുത്തിട്ടുണ്ട്, കേരള കോൺഗ്രസിൻ്റെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായ ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന കേരളത്തിൽ സാധാരണ അത് അങ്ങനെ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. പക്ഷേ ആ പ്രവണതയെ ചിലർ മുതലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമെങ്കിലും പറയുമെങ്കിലും അവർ എരുമേലിയുടെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു 96 മുതൽ 96 തുടങ്ങിയ പരിപാടി അവർ 96 UDFന് കേവല ഭൂരിപക്ഷത്തോടെ UDF പഞ്ചായത്ത് ഭരിച്ചു. ആ ഭരിച്ച സമയത്താണ് പിന്നെ PA ഇർഷാദിനെ, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരുന്ന PA ഇർഷാദിനെ അടർത്തിയെടുത്ത് അവർ സ്വന്തമായിട്ട് ഭരണ സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അന്ന് മുതൽ തുടങ്ങി വെച്ച് 25 വർഷത്തിന് ശേഷവും അവരതിന് ചുക്കാൻ പിടിച്ചു. 2000 തമ്പി പുന്നവേലി കോൺഗ്രസിൻ്റെ മെമ്പറാണ്, കനകപ്പുരത്തു നിന്നുള്ള സംവരണ വാർഡിൽ നിന്ന് ജയിച്ചു വന്ന മെമ്പറാണ്. ആ തമ്പി പുന്നവേലിയെ അടർത്തിയെടുത്തിട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം പിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അത് വിജയിച്ചില്ലെന്നുള്ള സത്യം. അത് കഴിഞ്ഞ് 2020 വന്നപ്പോഴും എങ്ങനെയെങ്കിലും അധികാരം കൈയാളണമെന്നുള്ള ജനാധിപത്യ കാഴ്ചപ്പാടുകൾ വാതോരാതെ പ്രസംഗിക്കുകയും മാന്യതയൊക്കെ പ്രസംഗിക്കുകയും മാന്യതയ്ക്ക് വിരുദ്ധമായി പിന്നെ കുതിരക്കച്ചവടം നടത്തിക്കൊണ്ട് പണം കൊടുത്തോ പ്രലോഭനങ്ങൾ നടത്തിയോ എന്തോ നമ്മുടെ കയ്യിൽ നിന്ന് ഭരണം തട്ടിയെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇപ്പോൾ ആർക്കാണേലും ചോദിക്കാം, ചില പൊതുജനത്തിന് ചോദിക്കാം, കോൺഗ്രസിൻ്റെ അകത്തുള്ള ആളുകളുടെ വിമർശനം എന്നെപ്പോലുള്ള ആളുകൾ പിന്നെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, നമ്മൾ അത് പിന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കാണെങ്കിലും ചോദിക്കാം, കോൺഗ്രസിൻ്റെ അകത്ത് വന്ന് ജയിച്ചു വന്ന ഒരു മെമ്പറെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റത്തില്ലയോ എന്ന്. ജനാധിപത്യ സംവിധാനം അനുസരിച്ച് മറ്റുള്ള ഒരു പാർട്ടിയുടെ കൂട്ടല്ല, മറ്റുള്ള ഒരു CPMനകത്താണ് ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടെ അവർ കെട്ടുറപ്പോടെ നിൽക്കും. നമ്മുടെ അകത്ത് അങ്ങനെയല്ല, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ പല മേഖലയിലും പുതിയതായിട്ട് ജയിച്ചു വരുന്ന ഒരാൾ എല്ലാം തികഞ്ഞ ഒരാളായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് അടുക്കളയിൽ വീടും കുടുംബവും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ് അരങ്ങത്തേക്ക് വന്നതും പഞ്ചായത്ത് മെമ്പറാവുന്നതും. മറ്റുള്ള സംവിധാനത്തെ കൂട്ട് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വരെ, അല്ലെ 10 വർഷത്തിന് മുമ്പ് വരെ UDF സംവിധാനത്തിൽ, അത് കോൺഗ്രസ്സിൽ അന്ന് ഇരുന്ന കേരള കോൺഗ്രസ് ആണെങ്കിൽ പോലും ആ UDF സംവിധാനത്തിൽ വനിതകൾ അങ്ങോട്ട് ഒരു മുന്നേറ്റം നടത്തിയ ഒരു സംവിധാനം ഇതിനകത്തില്ല. അതേസമയം മറ്റുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, CPM പോലുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ പണ്ട് മുതലേ മഹിളാ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മഹിളാ കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ആക്റ്റീവല്ല. എന്നാൽ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് 5-6 വർഷമൊക്കെ ആയിട്ട് നമുക്ക് പുതിയതായിട്ട് വരുന്ന സംവിധാനം കോൺഗ്രസ് എന്താണെന്നും സംസ്കാരം എന്താണെന്നും നാടിൻ്റെ സംസ്കാരം എന്താണെന്നും പഠിച്ച ഒരു തലമുറയാണ് ലേഡീസ്, വനിതകൾ ഇപ്പോൾ കടന്നു വന്നത്. അല്ല, അതിനകത്ത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഈ കോൺഗ്രസ് സംസ്കാരത്തിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ട്.
അപ്പം ഈ പറയുന്ന മെമ്പറായിട്ട് വന്ന ആളുകൾ എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം പറഞ്ഞില്ല, തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നു, തട്ടിക്കൊണ്ട് മീൻസ് അടർത്തിയെടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ആളുകൾക്ക്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ അകത്ത് ചില ആളുകൾ, അല്ലെങ്കിൽ യു ഡി എഫിലെ ചില ആളുകൾക്കൊക്കെ ഇതിൻ്റെ അകത്ത് കൈയുണ്ട്. അതായത് എരുമേലി പഞ്ചായത്തിലെ ആളെന്ന് പറഞ്ഞാൽ പോലും ഇത് അടർത്തിയെടുത്തുകൊണ്ട് പോകാനും അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാനും നമ്മുടെ എരുമേലി പഞ്ചായത്തിലെ ആളുകൾക്കും കൈയുണ്ടെന്നുള്ളത് എന്നെപ്പോലുള്ളൊരു പൊതുസമൂഹത്തിൽ മാധ്യമപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ ഒരു സംവിധാനം വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഈ പറയുന്ന ഒരു കണ്ടിന്യൂവിറ്റി പ്രസിഡൻഷിപ്പിലേക്ക്, അതായത് അത് ഘടകകക്ഷികൾക്കല്ല, കോൺഗ്രസിലെ തന്നെ ഒരാൾ വന്നു കഴിയുമ്പം, ഇപ്പം അടുത്ത പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നാസർ പനച്ചി വരുവാന്ന് വെക്കുക, ജനറൽ വാർഡിലാണ് എരുമേലി പഞ്ചായത്ത്. അപ്പം നാസർ പനച്ചിക്ക് ഇത് 5 വർഷം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഒരു പിന്നെ പ്രയോറിറ്റി അത് കോൺഗ്രസ് നേതൃത്വത്തിൽ കൊടുക്കണം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഇന്നയാൾക്ക് 2 വർഷം അല്ലെങ്കിൽ ഇന്നയാൾക്ക് 6 മാസം എന്ന് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ഭാഗ്യ ഇടപെടൽ, അതായത് ഒരു എന്നാ പറയുന്നത് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. പിൻ സീറ്റ് ഡ്രൈവിംഗ്. ഒരു കാര്യം പറയട്ടെ, ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനം ഇത്രയും കാലമായിട്ട്, അതായത് ഞാനിവിടെ വന്നിട്ട് 30-35 വർഷമായി, മാധ്യമപ്രവർത്തനമായിട്ട് 30 വർഷമായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനം, തൊഴിലധിഷ്ഠിത വ്യവസായം, ഒരു സംവിധാനം എരുമേലിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ തുടക്കമിട്ടു. എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഇത്രയോ ഒന്നും വേണ്ട, നമ്മുടെ സബരിമല സീസണുമായി ബന്ധപ്പെട്ട തുണിസഞ്ചി മാത്രം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എരുമേലി പഞ്ചായത്തിൽ എത്ര പേർക്ക്, എത്ര വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? നാട് വികസിക്കുന്ന അങ്ങനെ. അതായത് നമ്മൾ കുറേ ശബരിമല സീസണും പാറമട ഉള്ളതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ശബരിമല സീസണിൽ കുറേ ട്രാഫിക് മറ്റു കാര്യങ്ങൾ നടക്കും. വികസനം അടിസ്ഥാനപരമായ വികസനം വന്നില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രൈം മോട്ടീവ് എന്ന് വെച്ചാൽ എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആ മതസൗഹാർദ്ദ ദർശനത്തിൽ അടിസ്ഥാനമായ വികസനമാണ് വേണ്ടത്. ഇദ്ദേഹം ചോദിച്ചത് തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്ത്, എരുമേലി ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ഏത് ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ഒരു പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും 5 വർഷം പൂർത്തീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണെങ്കിൽ വികസനം കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ മാറി വന്നാൽ ഒരാൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി വരുമ്പോഴത്തേക്ക് അതിന് ചില തടസ്സങ്ങളും കാര്യങ്ങളുണ്ടാവും. ഒരാൾ അത് കണ്ടിന്യൂ ചെയ്തു പോയാൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരാളിന് അർഹതയുള്ള 5 വർഷമാണ് പഞ്ചായത്ത് കാലാവധി. ഈ 5 വർഷത്തിനിടയ്ക്ക് അർഹതയുള്ള ഒന്നോലധികം ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അർഹതയ്ക്ക് വേണ്ടി ആ വ്യക്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ 10 വർഷം കഴിയണം. അങ്ങനെ പറ്റത്തില്ല. അല്ല, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലൊക്കെ ആയിരിക്കും ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. അത് പിന്നെ ചിലയിടത്തൊക്കെ വിജയകരമായി പോയിട്ടുണ്ട്, ചിലയിടത്തൊക്കെ അപൂർവം എരുമേലി പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം അത് നമുക്ക് ദോഷകരമായി ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതലും തികച്ചും തെറ്റാണെന്നോ നമ്മൾ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത ഒരു അവസരത്തിന് 10 വർഷം, ഇപ്പം തന്നെ എന്നെ സംബന്ധിച്ചോളം തന്നെ എനിക്ക് 59ാമത്തെ വയസ്സാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്നെക്കാട്ടിലും മിടുക്കരായ ആളുകൾ കോൺഗ്രസിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനറൽ പഞ്ചായത്ത് ആവുകയും അടുത്ത പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ചു വരികയും ചെയ്താൽ അവർക്കൊരു അവസരം ഉണ്ടാവരുതെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് പിന്നെ ഒരു അവസരം പറയണം, പിന്നെ 10 വർഷം കഴിയണം. അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും ഇത് ഈ പിന്നെ മുന്നണി സംവിധാനത്തിലോ അല്ലാതെയൊക്കെ നമ്മളിത് വെച്ചിരിക്കുന്നത്. എന്നതായാലും വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ, ഒരു നാടിൻ്റെ വികസനം പിന്നെ സാർവത്രികമായി ഉണ്ടാവണമെങ്കിൽ, അത് പ്രയോജനപ്രദമായി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു സംവിധാനമാണ് നല്ലത്. ആ സംവിധാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലാത്തത് നമ്മുടെ ചെറിയൊരു വീഴ്ചയാണ്. പിന്നെ പല വീടുകളിൽ നിന്നും പല ആളുകൾ, നമ്മുടെ ഒരു കുടുംബത്തിലുള്ളവർ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനും എൻ്റെ 3 മക്കളും ഉണ്ട്, ഭാര്യയും ഉണ്ട്. ഞങ്ങൾ 3 പേരും ഒരിടത്ത് തന്നെ നിൽക്കണമെന്ന് അവർ 3 പേരും, അവർ 4 പേര്, ഞാനും ഉൾപ്പെടെ 5 പേര്, ഞങ്ങൾ 5 വ്യക്തിത്വങ്ങളാണ്, 5 അഭിപ്രായങ്ങളാണ്. പിന്നെ കോൺഗ്രസിൻ്റെ 11 മെമ്പർമാർ ജയിച്ചു വന്നത് 11 കുടുംബത്തിൽ 11 പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളായിട്ട് ജനിച്ചു വന്നാൽ അവർക്ക് പല കാര്യങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തതിനകത്ത് ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്തതാണ്. പ്രലോഭനങ്ങളിൽ വഴുതി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഭാഗത്തും വീഴ്ച ഉണ്ടെന്ന് കൂട്ടിക്കുക. അത് ആരെങ്കിലും അതിൻ്റെ പിന്നിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതെന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. നമ്മുടെ കയ്യിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാടിനകത്ത് എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എടുത്ത തീരുമാനത്തിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് ആളുകൾക്ക് അതിനൊക്കെ പറിച്ച് പരക്കെ ആക്ഷേപമുണ്ട്. അതിലുപരി ഞങ്ങളെയൊക്കെ ഞങ്ങളാക്കിയ പിന്നെ സമൂഹത്തിലെ ആളുകൾക്കും വിശിഷ്യ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ അതിനകത്ത് അമർഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ വികസനത്തിന് വേണ്ടി ഒരു 30 സെൻറ്റ് സ്ഥലം എടുത്തു. ഈ സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ച പല
അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. അത് ഓൾറെഡി നിലവിൽ പിന്നെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരെല്ലാം നിങ്ങളെല്ലാവരും പോയി കണ്ട സ്ഥലമൊക്കെയാണ്. അപ്പം ഇതിനു മുമ്പ് എരുമേലി പഞ്ചായത്തിൽ 2 സ്ഥലമെടുപ്പുകൾ നടന്നിട്ടുണ്ട്, ആലോചന നടന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് പോയതാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടും TV-യുടെ ഒക്കെ മുമ്പിലുള്ള ആ സ്ഥലവും പാർക്കിംഗ് ഗ്രൗണ്ട് VPS പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് ആ സ്ഥലം എടുക്കാൻ വേണ്ടി, അതുപോലെ നമ്മുടെ എരുമേലി ടൗണിൽ ടാക്സി സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി, ഈ സ്ഥലമൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള അഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് അതൊക്കെ തള്ളിപ്പോയി. അതിപ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നു, അതൊക്കെ എന്ത് പാട്ട്. അതിനുശേഷം നമ്മുടെ ഇപ്പം പുതിയ പഞ്ചായത്ത് ഭരണസമിതി ഒരു 30 സെൻറ്റ് സ്ഥലം എരുമേലി ടൗണിനടുക്ക് ഒരു എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2.25 2.75 റേറ്റിലാണ് അത് കച്ചവടം നടന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ സത്യത്തിൽ എരുമേലി പഞ്ചായത്തിൻ്റെ ഈ ടൗണിൻ്റെ ഇട്ടാവട്ടത്തിൽ ഈ റേറ്റിൽ ഒരു സ്ഥലം കിട്ടുക ഞാനാണല്ലോ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എന്തുപാട്ട്. അപ്പം അത് എടുത്തേനല്ല, അതെടുത്ത് അതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങളിൽ തർക്കമുണ്ടെന്ന് UDF സംവിധാനത്തിലുള്ള ആളുകൾ പറയുന്നുമുണ്ട്. അപ്പം അതൊരു ഘടകം. ഇപ്പം നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം വില്ലേജ് ഓഫീസിൻ്റെ അവിടെ വരെ സ്ഥലം കിടപ്പുണ്ട്. ആ സ്ഥലം എടുത്ത് വികസിപ്പിച്ച ഇംഗ്ലണ്ട് പദ്ധതി പ്രകാരം വികസിപ്പിക്കാനുള്ള നടപടികൾ പണ്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. അതിന് കുറേ ആളുകൾ എതിർത്ത് അതില്ലാതാക്കി. അപ്പം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വികസന പരിപാടിക്ക് സ്ഥലം വേണം. അതിനെപ്പറ്റി ഒരു 2 അഭിപ്രായം പറയാമോ? എരുമേലി ഇപ്പം നിലവിൽ പഞ്ചായത്ത് നമ്മുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് എടുത്തത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാനിപ്പോൾ ആമുഖമായി മുമ്പ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 4.5 വർഷത്തിന് മുമ്പ് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ എരുമേലി മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അഭിപ്രായപ്പെട്ടത് ഞാനാണ്. അതിന് ഏതാണ്ട് 40 ലക്ഷം രൂപ ശ്രീ ബിനോയ് എലവുങ്കൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ബഡ്ജറ്റ്, ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണല്ലോ, ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ 40 ലക്ഷം രൂപ അതിനകത്ത് ബഡ്ജറ്റിനകത്ത് പ്രൊവിഷനും വെച്ചു. അപ്പം ഞാൻ അന്ന് പ്രൊപ്പോസൽ ചെയ്ത വസ്തു നമ്മുടെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ എരുമേലിയിലെ മുതിർന്ന പൊതുപ്രവർത്തകനായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അനിയൻ ചേട്ടൻ്റെ, CS കൃഷ്ണകുമാറിൻ്റെ സഹോദരി, അവരുടെ കുടുംബ വസ്തു പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 94 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 50 സെൻറ്റ് സ്ഥലം എന്ത് വിലയും ആയിക്കോട്ടെ, വില പ്രശ്നമല്ല. വില പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു വിലയുണ്ടല്ലോ. ഇപ്പോൾ 10 ലക്ഷമോ 25 ലക്ഷമോ ചോദിച്ചാൽ കൊടുക്കണമെന്നല്ല. നാട്ടിൽ അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സ്ഥലം 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ സ്ഥലത്തിന് എത്രയാണോ നാട്ടിലുള്ള വില, അതിൻ്റെ മതിപ്പ് വിലയുണ്ട്, അത് വെച്ചിട്ട് എത്രയാണോ അതിനകത്ത് 50 സെൻറ്റ് സ്ഥലം എടുക്കണം. 50 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ അങ്ങോട്ട് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ അവിടെ പണിയണം. MLA കണ്ട് സംസാരിച്ചു, MP കണ്ട് സംസാരിച്ചു, ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കണ്ട് സംസാരിച്ചു. MLA പറഞ്ഞു സ്ഥലം എടുത്തു തന്നാൽ കെട്ടിടം പണിയാൻ കാശ് തരാം. MP പറഞ്ഞു സ്ഥലം എടുത്താൽ കെട്ടിടം പണിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഉപയോഗിക്കാം, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം തരാമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറും പറഞ്ഞു. പക്ഷേ അത് ഞാൻ പ്രൊപ്പോസൽ അത് വെച്ചു. ആ പിറ്റേ കമ്മിറ്റി വന്നപ്പോൾ പിറ്റേ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, നമുക്ക് സ്വാധീനമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയല്ല, പിറ്റേ ബഡ്ജറ്റിനകത്ത് അത് കണ്ടില്ല. അതിനുശേഷം തിടുക്കത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലാവധി കഴിയാൻ ഒരു 3 മാസം ബാക്കിയുള്ളപ്പോൾ, ഇപ്പം ഇനിയിപ്പോൾ 10-15 ദിവസം ഈ 10-ാം തീയതിക്ക് മുമ്പ് ഡിക്ലറേഷൻ ഉണ്ടാവും, 10-ാം തീയതിക്ക് മുമ്പ്. അപ്പോൾ ഒരു 3 മാസം ബാക്കിയുള്ളപ്പോഴത്തേക്ക് ഇത് ചർച്ച വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു 40 സെൻറ്റ് സ്ഥലത്തോളം പഞ്ചായത്തിൻ്റെ അവിടെ സ്ഥലം കിടപ്പുണ്ട്. അതിനോട് ചേർന്നൊരു 10-30 സെൻറ്റ് സ്ഥലം കൂടെ കിട്ടുവാണെങ്കിൽ വില കുറച്ചാണ് കിട്ടുന്നത്, അല്ല കുറച്ച് പൈസ ആവുള്ളൂ. അപ്പോൾ അത് ആ നിലവിലുള്ള കെട്ടിടം പൊളിച്ചിട്ട് അവിടെ മിനി സിവിൽ സ്റ്റേഷൻ പണിയാം. അല്ല, അങ്ങനെ പൊളിക്കാൻ പറ്റുമോ? പഞ്ചായത്ത് ആസ്ഥാനം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്താൽ പൊളിക്കാമല്ലോ. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം, അതെല്ലാം പഞ്ചായത്ത് അസറ്റ് പഞ്ചായത്തിൻ്റെ ആണല്ലോ. പഞ്ചായത്ത് ഡയറക്ഷൻ, പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ട് മുകളിലോട്ട് വല്ലതും കൊടുത്താൽ മതി. അങ്ങനെ എടുക്കാമെന്നുള്ള പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് വന്നപ്പം വികസനത്തെ നമ്മൾ എതിർക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു സബ് കമ്മിറ്റി നമ്മൾ ചോദ്യം ചെയ്തത് അവിടെയാണ്. അതാണ് ജനത്തിന് മനസ്സിലാവാത്തത്. ജനത്തിനെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്, വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാജി അടക്കമുള്ള ആളുകൾ ജനത്തിനെ CPM തെറ്റിദ്ധരിപ്പിക്കുന്നത് എരുമേലിയിൽ വികസനത്തിന് കോൺഗ്രസ് മെമ്പർമാരെതിരായി ധർണ നടത്തി, കാര്യങ്ങൾ നടത്തി, പത്രപ്രസ്ഥാനം കൊടുത്തു. സത്യത്തിൽ അതല്ല. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമം സബ് കമ്മിറ്റി എടുത്തു. ആ സബ് കമ്മിറ്റിയിൽ എരുമേലിയിലെ ടൗൺ മെമ്പർ എന്ന നിലയ്ക്ക് ഞാനും, നേർച്ചപ്പാറ മെമ്പറും, വാഴക്കാല മെമ്പറും, പഞ്ചായത്ത് പ്രസിഡന്റും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും. അപ്പോൾ ഒരു ദിവസം എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥലം കാണാനായിട്ട് ആൾ വരുന്നുണ്ട്. അപ്പോൾ സ്ഥലം എഞ്ചിനീയറെ കൂട്ടിക്കുന്ന സ്ഥലം കാണണം, മുകളിൽ നിന്ന് ഇറണ്ടൊക്കെ വരുന്നുണ്ട്, സ്ഥലം കാണണമെന്ന്. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ യാത്രയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ 2 സ്ഥലമാണ് വന്നത്, ഒരു സ്ഥലം വേറെ എവിടെ അങ്ങോട്ടാണ്. അപ്പോൾ ആ സ്ഥലം നമുക്ക് പറ്റുന്നതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലം എനിക്കറിയാവുന്നതാണ്, നിങ്ങൾ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. അവർ പോയി നോക്കി.
നോക്കിയിട്ട് വന്നിട്ട് പിന്നെ അതിനുള്ള ഫോളോ അപ്പ് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ ആ സ്ഥലം പോയി കണ്ടെങ്കിൽ ആ സ്ഥലമായിട്ട് നടന്നിട്ട് അതിന് വാല്യുവേഷൻ എടുത്തു, അതിന് ഫീസിബിൾ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതൊക്കെ കിട്ടിയെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കണ്ടേ? പഞ്ചായത്തിൽ നിന്ന് 68 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ, അതായത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഞങ്ങൾ അനുഭവപ്പെട്ട ഒരു കാര്യം, നമ്മുടെ തെരുവ് ലൈറ്റ് ഇടുന്നത്, സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നത് പാവങ്ങൾക്ക് വെട്ടം കണ്ടു പോകാൻ വേണ്ടിയാണ്. മുതലാളിമാർക്ക് ആവശ്യമില്ല. മുതലാളിമാർ സ്വകാര്യ വാഹനത്തിൽ പോകും, അവർക്ക് ആവശ്യമില്ല, അവരുടെ വണ്ടിക്ക് ലൈറ്റ് ഉണ്ട്. പാവങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതിലെ കയറി ഈ വഴിയെ കയറി വരുവാണെങ്കിൽ പാവങ്ങൾക്ക് യാത്ര ചെയ്യാൻ വെട്ടം ഉണ്ടെങ്കിൽ അവർ പാവങ്ങൾ കയറി വീട്ടിൽ പോകും. അപ്പോൾ അതിന് ഒരു 75 രൂപ 79 രൂപ കൊടുക്കേണ്ട ലൈറ്റിന് കൂലി കൊടുക്കേണ്ടത് പോലും അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് കമ്മിറ്റിക്കകത്ത് അജണ്ട വെച്ച് ചർച്ച ചെയ്താൽ 79 രൂപ കൊടുത്തേ. ഈ 68 ലക്ഷം രൂപ കൊടുക്കാൻ ഒരു കമ്മിറ്റിയുടെയും ചർച്ച വേണ്ട. അവർ കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തു. സെപ്റ്റംബർ മാസം 3-ാം തീയതി കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തെന്നാണ് സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അജണ്ട കാണിയില്ല, അജണ്ട ഇല്ല. അജണ്ടയ്ക്കകത്ത് തന്നെ വാർഷിക പദ്ധതി അവലോകനം എന്നുള്ള ഒറ്റൊരു ഹെഡിങ്ങിനകത്ത് എടുക്കാൻ പറ്റുന്നതാണോ ഈ 68 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് പ്രൊവിഷനോട്? ഈ വാർഷിക പദ്ധതി അംഗീകരിച്ചതാണ്, TS കിട്ടിയതാണ്, AS കിട്ടിയതാണ്, പദ്ധതി അംഗീകരിച്ച് പോയതാണ്, എല്ലാം കിട്ടിയതാണ്, ഓക്കെ. എന്നാലും ഈ പൈസ കൊടുക്കാൻ ആധാരം എഴുതാൻ പോവാണ്. 12/10 ഇപ്പോൾ സ്ഥിതി. അവിടുത്തെ രായപ്പഞ്ചാട്ടം മരിച്ചു പോയി. ഞങ്ങൾ 11 രായപ്പഞ്ചാട്ടം മരിച്ചു പോയപ്പോൾ 12/10 സ്ഥിതി. ഈ 12 വലുത് 10. ഞങ്ങൾ ഇനി 10 പേര് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും 12 പേര് വെച്ച് പാസ്സാക്കി എടുക്കാമല്ലോ. അതിന് അവർ ആ കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കാതെ, അവരെന്തുകൊണ്ട് ഈ കമ്മിറ്റിക്കകത്ത് അവതരിപ്പിച്ചിട്ടില്ല? കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കാതെ പൈസ കൊടുത്തതിൻ്റെ അകത്ത് ക്രമക്കേടുണ്ടോ എന്ന് സംശയം. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ 2.5 ലക്ഷം രൂപയ്ക്ക് അവിടെ സ്ഥലം കിട്ടിയ 2.5 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കിട്ടിയത് ഭാഗ്യമാണ്. 2.5 ലക്ഷം രൂപ സ്ഥലത്തിന് വിലയല്ല, നമുക്കൊക്കെ അറിയാം, നമ്മൾ നാട്ടിൽ ജീവിക്കുന്നതല്ല. 2.5 ലക്ഷം രൂപ കൂടുതലില്ല. അതായത് ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കാതെ അത് ചെയ്തു എന്നുള്ളതാണ് ചെയ്തത്. അതിന് ഏതായാലും ജസ്റ്റ് പറയണ്ടേ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടില്ല. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അത് ധിക്കാരപരമായ സമീപനം. അതിനെ ചോദ്യം ചെയ്തത് മാത്രമല്ല, ധിക്കാരപരമായ സമീപനം. നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിരുന്നോ അതിൽ ഇറങ്ങി പോകാമെന്ന്. പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണ്? അല്ല, ഒരിക്കലും. ആ പഞ്ചായത്ത് പ്രസിഡന്റ്, അതാണ് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന മെമ്പർമാരെല്ലാം അടുത്ത വർഷം വരുന്നത്. അതെ. അതായത് ഇത് ആരെടുത്താൽ ഇത് പഞ്ചായത്തിന്റെ സ്വത്താണ്. അതെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അന്നേരം എന്നോട് പറഞ്ഞ് ആവശ്യമുള്ളവർക്ക് ഇരിക്കുക, അല്ലാത്ത ഇറങ്ങിപ്പോകാം. ഞാൻ പറഞ്ഞത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല. നിങ്ങൾ എങ്ങനെ ജയിച്ചു വന്നോ അതുപോലെ ജയിച്ചു വന്നവരെ ഞങ്ങൾ ഓടിളക്കി പഞ്ചായത്ത് അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത് കെട്ടിടത്തിന് മുകളിൽ ഓടിളക്കി ഇറങ്ങി വന്നവരാണോ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ധിക്കാരപരമായ സമീപനം ഭരണഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് അതിനെ എതിർത്തു, അത്രയേ ഉള്ളൂ. വികസനത്തിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല. അപ്പോൾ KSRTC പാർക്കിങ്ങിൻ്റെ ഒരു വിഷയം വരുന്നത്, ഇപ്പം ഈ ഇടയ്ക്ക് ഒരു സംഭവം കേട്ടു. നമ്മുടെ പേരുത്തോട്ടിലോട്ട് അവിടെ 5 ഏക്കർ സ്ഥലം വനംവകുപ്പിൻ്റെ ആയിട്ട് കിടപ്പുണ്ട്. വനംവകുപ്പിൻ്റെ അല്ല, നമ്മുടെ നാട്ടിന് വേണ്ടി അവകാശപ്പെട്ട സ്ഥലമാണ്. അവിടെ നമുക്ക് KSRTC ആക്കാം, ബസ് സ്റ്റാൻഡ് ആക്കാം എന്നുള്ള പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു? കാരണം എരുമേലി ടൗണുമായിട്ട് ഉള്ള വികസനം എരുമേലി തന്നെ വേണം, അല്ലാതെ ഇവിടുന്ന് അത്രയും പോയി എന്ന് ശരിയാണോ? KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട അധികാരികളുടെ നയം ചിറ്റമ്മ നയമാണ്. ദേവസ്വം ബോർഡ് വേണ്ട ശുഷ്കാന്തി കാണിക്കുന്നില്ല. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഒരു സൗകര്യം ഒരുക്കുന്നത് KSRTC. അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ നേരിട്ട് കോട്ടയത്ത് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ KSRTC വന്നിട്ട് അവിടെ അമ്പലത്തിനോട് വന്ന് ഇറങ്ങുന്നു. അവിടെ ഇറങ്ങി അത്രയും സൗകര്യം ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സെൻ്ററാണ്. അതിന് ദേവസ്വം ബോർഡ് അന്ന് ജനകീയാസൂത്രണം തുടങ്ങിയ സമയത്ത് സഹകരിക്കുന്നതിനവരുടെ കാലത്താണെന്ന് തോന്നുന്നു. ആ തുടങ്ങിയ സമയത്ത് പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 25 ലക്ഷമാണോ 15 ലക്ഷമാണോ അത്രയും രൂപ ചെലവഴിച്ച് കേരളത്തിൽ ആദ്യം നടന്ന ജനകീയാസൂത്രണ പദ്ധതിയിലെ പൊതുമേഖലാ സ്ഥാപനം അത് ആദ്യം നടന്നത് കേരളത്തിൽ. അന്ന് LDF ഗവൺമെൻറ്റും LDF പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു. ആ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയതിന് ശേഷം അത് 40 സെൻറ്റ് സ്ഥലത്തിന് താഴെ ഉള്ളൂ. ആ ഏർപ്പെടുത്തിയ ശേഷം അത്രയും സ്ഥലം 99 വർഷത്തേക്ക് പാട്ടം കിട്ടിയ സ്ഥലമാണെന്ന് പറയുന്നു. അത് പഞ്ചായത്തിന് കൊടുത്തത് കൊണ്ടാണല്ലോ പഞ്ചായത്തിൻ്റെ കെട്ടിടം അവിടെ പണിത്. പഞ്ചായത്ത് അസറ്റ് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കെട്ടിടം പണിയാൻ പറ്റത്തില്ല, പഞ്ചായത്ത് പൈസ മുടക്കാം. പഞ്ചായത്ത് കെട്ടിടവും പണിതു, ആ സ്റ്റാൻഡും കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോൾ പഞ്ചായത്തിന് മുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്ത് ആ ഉത്തരവാദിത്തം മാറി വന്നു. UDFിൻ്റെ പഞ്ചായത്ത് വന്നിട്ടുണ്ട്, LDFിൻ്റെ പഞ്ചായത്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും കാര്യം മാറി വന്ന ഒരു സംവിധാനം ഈ എരുമേലി, ഞാൻ സൂചിപ്പിച്ചതുപോലെ എരുമേലിയിൽ സത്യത്തിൽ അത്രയും സംവിധാനം മതിയോ ഒരു KSRTC സ്റ്റാൻഡിന്? ആ KSRTC സ്റ്റാൻഡിന് ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചു, അതായത് VP സൂദൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അഡ്വക്കേറ്റ് രാജഗോപാലൻ സാറിൻ്റെ ആ വസ്തു, അതായത് ഇപ്പോൾ പഴയതാവളം സ്റ്റേഡിയം, ആ സ്റ്റേഡിയം അന്നത്തെ സമയത്ത് അവർ 75,000 രൂപ അങ്ങോട്ട് സെൻറ്റിന് ചോദിച്ചു. 55,000 രൂപ വില സമ്മതിച്ചു. ആ 55,000 രൂപ വില സമ്മതിച്ച പൊതുജനങ്ങൾക്കറിയാം.
അത് എങ്ങനെ ഈ പിന്നെ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയെന്ന് ഇന്ന് വരെ ആർക്കും അറിയത്തില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഒത്തിരി എന്നുവെച്ചാൽ ചെറിയ ഒരു കമ്മീഷന്റെ കാര്യത്തിലാണ്. അതെന്താണോ അത് അറിയത്തില്ല. അപ്പം അങ്ങനെ അന്ന് ആ സ്ഥലം എടുത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് KSRTCക്ക് വല്ല കുഴപ്പമുണ്ടോ? KSRTC കുഴപ്പമില്ല. എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും നല്ല ഓഫീസായിട്ട് പറയുന്നത് ഒന്നത്. രണ്ടാമത് ഇപ്പം കാലാകാലങ്ങളിൽ എല്ലാ വർഷവും പിന്നെ ടെമ്പററി ആയിട്ട് 2 ലക്ഷവും 2.5 ലക്ഷവും 3 ലക്ഷവും കൊടുത്ത് എല്ലാ വർഷവും എടുക്കുക. അപ്പോൾ ഇതിന് സ്ഥായിയായ ഒരു നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് KSRTC തയ്യാറായിട്ടില്ല, ദേവസ്വം ബോർഡ് ആയിട്ടില്ല. ദേവസ്വം ബോർഡും KSRTCയും പഞ്ചായത്തും കൂടെ ഇതിനൊരു മുഖ്യധാരയിൽ ഒന്നിച്ച് നിന്നുകൊണ്ടൊരു പ്രവർത്തനം നടത്തിയാൽ നടക്കുകയുള്ളൂ. ഇപ്പം അതിനെക്കാട്ടിലും വലിയതായിട്ട് അഭിമുഖീകരിക്കുന്ന നമുക്കെല്ലാം ദോഷം സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഈ വസ്തു പിന്നെ രാജഗോപാലൻ സാറിൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ പണ്ടത്തെ കാലത്തെ അവരുടെ അങ്ങണ്ട ആയിരുന്നു. ഇപ്പോൾ രാജഗോപാലൻ സാർ മരിച്ചുപോയി, രാജഗോപാലൻ സാറിൻ്റെ മകനാണ്. അദ്ദേഹം കൊണ്ട് ഈ വസ്തുവിന് കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വിധി വന്നു, അദ്ദേഹത്തിൻ്റെതാണെന്ന് വിധി വന്നു. ഈ വിധി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ പഞ്ചായത്ത്, ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു പഞ്ചായത്ത് പോകണം, കോടതി കക്ഷി ചേർന്ന് പഞ്ചായത്ത് പോകണം, പഞ്ചായത്തിൻ്റെ അല്ലേ അസറ്റ് പോകണം, അത് തയ്യാറായിട്ടില്ല. അല്ല, എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കയ്യിൽ പിന്നെ ഒരു ഡോക്യുമെന്റ് ഈ പറയുന്ന ഈ എഗ്രിമെന്റ് പോലും ഇല്ല. അത് സബ്മിറ്റ് ചെയ്യാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കഴിച്ചിട്ടില്ല. അതാണ് എൻ്റെ കാര്യം. അപ്പം പിന്നെ അങ്ങനെ പോകും. അതുകൊണ്ടാണ് കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചത്. സത്യത്തിൽ വില കൊടുത്ത് മേടിച്ചതാണെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തതാണെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ സ്ഥലവും ദേവസ്വം ബോർഡ് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്ത സാധനമാണല്ലോ ഇത്. പഞ്ചായത്തിൻ്റെ അസറ്റിൽ എന്നതായാലും ഈ വസ്തു പഞ്ചായത്തിൻ്റെ ആണെന്ന് കാണുമല്ലോ. അതല്ലെങ്കിൽ പിന്നെ ജനകീയാസൂത്രണത്തിൽ അന്ന് 25 ലക്ഷം രൂപ മുടക്കത്തില്ലല്ലോ. അപ്പം ഇത് നിയമപരമായി നമ്മുടെ അവകാശം സ്ഥാപിച്ചെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ്. പഞ്ചായത്ത് പോയിട്ടില്ല. ഇപ്പം നിസ്സാരം ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനകത്ത് ആളുകൾക്ക് കയറത്തില്ല, മുഴുവൻ കുണ്ടും കുഴി അടക്കുക. ഇന്നലെ ഞാൻ അടച്ചെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പഞ്ചായത്തിൻ്റെയാണ്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇരുന്നപ്പം ഒരൊറ്റ രാത്രിയിലെടുത്ത തീരുമാനം 94,000 രൂപയാണെന്ന് തോന്നുന്നു, മുഴുവൻ കുഴി അടച്ചു ഒറ്റ രാത്രി. ഞാൻ പറഞ്ഞു അതുപോലെ എടുക്കുക, ശബരിമല വികസന ഫണ്ട് വരും, ആ ശബരിമല വികസന ഫണ്ടിൽ ഇല്ലെങ്കിൽ ഓൺ ഫണ്ട് എടുത്ത് കൊടുക്കുക, അതിന് കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് പ്രോജക്റ്റ് വെച്ചാൽ മതിയില്ല, കൊടുക്കുക. ഇത് ചെയ്യത്തില്ല. ഇതിൻ്റെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഇച്ഛാശക്തി വേണം, ചെയ്യണമെന്നൊരു തീരുമാനവും വേണം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ചെയ്യണമെന്നൊരു തോന്നലും വേണം. ഇപ്പം അതില്ലാത്തത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇതിനകത്ത് നിഷ്കാന്തി കാണിക്കുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ ആണെന്ന് പറയുന്ന ഈ സ്ഥലം 40 സെൻറ്റ് ആണെങ്കിലും ദേവസ്വം ബോർഡ് കയ്യിൽ നിന്ന് അന്യാധീനപ്പെട്ട് പോകുമ്പോൾ അവർക്കൊരു ചൂട് വേണമല്ലോ ഇതിന്, അവരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ദേവസ്വം KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നത് എരുമേലി പേരുത്തോട്ടില്ല 3 കിലോമീറ്റർ അപ്പുറത്ത് പോയി, ഇവിടുന്ന് എരുമേലി 3.5 കിലോമീറ്റർ ഉണ്ട് പേരുത്തോട്, 3.5 കിലോമീറ്റർ അപ്പുറത്ത് പോയി KSRTC സ്റ്റാൻഡോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡോ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഈ എരുമേലിക്ക് 1 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്റർ ചുറ്റളവിനകത്ത് നല്ല സർവ്വസ്വാതന്ത്ര്യമായിട്ട് വാഹനങ്ങൾ വന്ന് കയറി പോകാനുള്ള ചുറ്റളവിൽ തന്നെ ഈ എരുമേലി 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിനകത്ത് വേണം. അത് ഓപ്പറേറ്റിംഗ് സെന്ററിന് അത് മതി. മറ്റേ വണ്ടിയുടെ ഡിപ്പോ, വണ്ടി പാർക്ക് ചെയ്യാനും വർക്ക്ഷോപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഒരു 2 ഏക്കർ സ്ഥലമെങ്കിലും ചുറ്റളവിൽ മേടിക്കണം. അത് എത്ര വിലയാണെങ്കിലും മേടിക്കും. ഇനിയിപ്പോൾ ഓരോ ദിവസം വില കൂടുകയല്ലാതെ വില കുറയത്തില്ല. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന്, നമ്മുടെ KTDCയുടെ സ്ഥലം കിടപ്പുണ്ട്, അവിടെ വാഹനം കയറി പോയില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാലും ഇതിനേക്കാളും വലിയ കയറ്റം കയറി പോകുന്നുണ്ട് വാഹനങ്ങൾ. വഴിക്ക് വീതിയില്ല, അത്രയും ആളുകൾ. ഇപ്പം വഴിക്ക് നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലം 6.5 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലമുണ്ട്, അതിന് റോഡ് വീതി കൂട്ടണം. വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നടക്കും. ഇതിനുള്ള ഇത് തയ്യാറാകാതെ ഇവിടെ നിന്ന് ഓടി വേറെ ലോകത്തിലോട്ട് പോകുന്നു. ഞാൻ MLA ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ അരമനയുടെ സ്ഥലമാണല്ലോ നമ്മുടെ ഇതിന് തൊട്ട് പുറകെ കിടക്കുന്നത്. 20 പണ്ട് നമ്മൾ 20 ഏക്കർ എന്ന് പറയുന്നത് അരമനയുടെ സ്ഥലമാണ്. അപ്പോൾ അരമനയുടെ സ്ഥലം വേറെ ആർക്കണ്ട കൊടുക്കുക എന്തൊക്കെ ചെയ്തൊരു സംവിധാനം 2-3 വർഷത്തിന് മുമ്പ് ഉണ്ടായി. അപ്പോൾ ഞാൻ MLA കണ്ടിട്ട് പറഞ്ഞു, MLA ആ സ്ഥലം എടുക്കുക. ഇപ്പോൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്, ഇതിലെ കയറി പോകാനുള്ള വഴി ഇതുണ്ട്, അതല്ലെങ്കിൽ അപ്പുറത്തൊരു വഴിയുണ്ട്, കുറച്ചുകൂടെ വീതിക്കുള്ള വഴി അപ്പുറത്തെ ആണല്ലോ. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനകത്ത് നിഷ്കാന്തി കാണിച്ചിട്ടില്ല. അല്ല, അതൊന്നും നമുക്ക് പോകേണ്ടി, നമുക്ക് സർക്കാരിൻ്റെ സ്ഥലം തന്നെ ഇവിടെ കിടപ്പുണ്ടല്ലോ, അത് നമുക്ക് ഏറ്റെടുത്താൽ പോരെ. അതിന് കുറച്ച് ഒന്ന് വൈഡൻ ചെയ്തപ്പോൾ റോഡ് അതുപോലെ നമ്മുടെ ഈ പാറമടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ഈ കൊടുത്തോട്ടം പാറമട അത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, ഈ പറയുന്ന തോട് എരുമേലി കൊച്ചു തോടിൽ കൂടി ഒഴുകുന്ന വെള്ളം പാല് പോലെ ഒഴുകുന്നു. അതായത് പാറപ്പൊടി കലർന്ന വെള്ളം എന്നിട്ട് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ചർച്ച ചെയ്ത സംഭവമാണ്. അതെ. ഈ വെള്ളം പാല് പോലെയാണ് ഒഴുകുന്നത്. ചില സമയങ്ങളിൽ മഴ കൂടുന്ന സമയത്ത് അവർ തുറന്നു വിടുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഭവിഷ്യത്വത്തെ വെച്ചാൽ നമ്മുടെ കുട്ടികളടക്കം, അതായത് നമ്മുടെ നാട്ടുകാരടക്കം, നമുക്ക് തുണി പോലും അലക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല. കുളിക്കാൻ ഈ ചെവിക്കടക്കം മൂക്കിൽ കൂടെ ഈ സാധനം പാറയുടെ പൊടി അകത്തോട്ട് പോകും. ഇത് നേരെ പോകുന്ന കൊരട്ടിയാറ്റിലോട്ടാണ്, മണിവിലി ആറ്റിലോട്ടാണ്.
അപ്പം ഇത്രയും വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവം അത് എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഈ പറയുന്ന ഈ പാറമടകൾ കൊടുത്തിട്ടുള്ള എല്ലാ പാറമടകളും. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം, അതായത് കാരണം ഈ പറയുന്ന ഈ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷനാണ്, അത് ഏറ്റവും വലിയ പൊല്യൂഷനാണ് വാട്ടർ ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതായത് ഈ അടുത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണെങ്കിലും അത് കഴിഞ്ഞു പോയ കാര്യം പറയാം. ആദ്യം അത് തുടങ്ങിയിട്ട് പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ 18 മാസം ഞങ്ങളുടെ പഞ്ചായത്ത് സമിതിയുണ്ട്. ആ സമയത്ത് നമ്മൾ പുതിയ പാറമട വരുന്നതിന് ലൈസൻസ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ ഇതിന് ഹയർ അതോറിറ്റി ഉണ്ടല്ലോ. ഗ്രാമപഞ്ചായത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിന് ഹയർ അതോറിറ്റിയിൽ അവർ പോയി കോടതി മുഖാന്തരം പോയി അവർ സാക്ഷ്യം മേടിച്ചുകൊണ്ട് വന്നു. പാറ നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിൽ വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പാറമടയ്ക്കെതിരെ സമരം കാര്യങ്ങളോട്ട് പോയി ഞാൻ 5 വർഷം കേസ് വിളിച്ചു. എനിക്ക് ജാമ്യമില്ലാത്ത വകുപ്പിട്ടതിൻ്റെ പേരിൽ കേസെടുത്തു. 2002 2003 തോന്നുന്നു. ജാമ്യമില്ലാത്ത വകുപ്പിട്ടതിൻ്റെ പേരിൽ കേസെടുത്തിട്ട് 5 വർഷം ഞാൻ കോടതി കേസ് വിളിച്ചു. എന്നിട്ടും ഇതിന് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ ഒരു മാസ് പെറ്റീഷനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചിട്ടും അതിന് പ്രയോജനം ഉണ്ടായില്ല. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 150 മീറ്ററായിരുന്നു ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് വീടിരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് പാറമടയ്ക്ക് അനുവദിക്കുന്ന 150-200 മീറ്ററായിരുന്നു. LDF സർക്കാർ, പിണറായി സർക്കാർ ആദ്യം വന്ന സമയത്ത് ആ 150-200 എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെറും 50 മീറ്ററാക്കി. സർക്കാരിൻ്റെ പോളിസി പാറമടയ്ക്ക് ലൈസൻസ് ഇഷ്ടം പോലെ കൊടുക്കാൻ, പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരാൻ വേണ്ടി കൊടുക്കാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടി പോളിസി ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നെങ്കിൽ പോലും അവർക്ക് ശക്തമായൊരു നിലപാടെടുക്കാൻ പറ്റിയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഇതിനകത്ത് പാറമടയ്ക്കല്ല ഇപ്പോൾ പുതിയ 2 പാറമടയ്ക്കുള്ള പെർമിഷൻ വന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ ഹിയറിംഗ് അറിഞ്ഞല്ലോ. ഹിയറിംഗ് നടന്നപ്പം വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചാൽ പോയിരിക്കുന്നത്. പക്ഷേ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് അത് കൊടുക്കും. അതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് വേണ്ട എന്ന് പറഞ്ഞ് അയച്ചതിൻ്റെ 30 ദിവസം വരെ ഒരിടയ്ക്ക് TS കൃഷ്ണകുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ഈ കൊച്ചുതോട്ടി പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ ആളുകളെയൊക്കെ അവിടെ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ആളുകളെല്ലാം വെച്ചിട്ട് അവിടുത്തെ ആളുകളെ പവർ സ്കൂളിൽ പാർപ്പിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി ഇവർക്ക് നോട്ടീസ് കൊടുത്തു, മെമ്മോ കൊടുത്തിട്ട് പഞ്ചായത്ത് കമ്മിറ്റി അത് ബാൻ ചെയ്തു. 3-ാമത്തെ ദിവസം അവർ കോടതിയിൽ നിന്ന് പെർമിഷൻ മേടിച്ചൊന്ന് തുറന്നു. അപ്പോൾ ഇത് ഇങ്ങനെ സർക്കാരിൻ്റെ പോളിസി ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി എങ്കിൽ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് കൊടുത്തേ മതിയുള്ളൂ. രണ്ടാമത്തെ ഒരു സർക്കാരിൻ്റെ വേറൊരു പോളിസി നമുക്ക് യോജിക്കാൻ പറ്റിയാത്ത ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം ഉണ്ടല്ലോ. ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന് എന്തിനാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ശബരിമല സീസണിലുണ്ടായ സംഭവം അറിഞ്ഞു. ഒരു പാവം പിടിച്ചവന് 1 കിലോ പഴമോ അല്ലെങ്കിൽ 1 കിലോ മീനോ മേടിച്ചൊരു കൂടിനകത്ത് കൊണ്ടുവന്നാൽ അവനെ വഴിക്ക് വെച്ച് പോലീസ് കണ്ടുപിടിച്ചിട്ട് 150 രൂപ 200. എന്നാൽ ഈ സാധനം ഉണ്ടാക്കുന്നിടത്ത് വേണ്ടെന്ന് ഗവൺമെൻറ് അങ്ങ് തീരുമാനിച്ചാൽ പോരെ. ഉണ്ടാക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കുടിൽ വ്യവസായം അന്ന് കൂട്ടിക്കോ. നമ്മളെപ്പോലുള്ള ആരും ഒരു കുടിൽ വ്യവസായത്തിൽ അത് ഉണ്ടാക്കുന്ന അവനത്തെ അന്നന്നത്തെ അന്നമാർഗത്തിനാണെന്ന് കൂട്ടിക്കോ. അവനെ പിടിക്കേണ്ട, ഇത് ഉണ്ടാക്കണ്ടെന്ന്, ഇതിന് ലൈസൻസ് കൊടുക്കണ്ട, ഉണ്ടാക്കണ്ടെന്ന് ഈ ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഈ പ്ലാസ്റ്റിക് ഇവിടെ വരുമോ? അപ്പോൾ ഇങ്ങനെ അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രദേശത്ത് ദോഷകരമായി ഭവിക്കും. എരുമേലിയുടെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം, അതായത് ഇത്രയും തീർത്ഥാടകർ വരുന്ന ഒരു നാടെന്ന നിലയിൽ ഈ പറയുന്ന ജല മലിനീകരണം അതൊഴികെ നമുക്ക് സുപ്രീം കോടതി വരെ പോയാലും കുഴപ്പമില്ല, നമുക്ക് പോകാൻ പറ്റുമല്ലോ. കക്ഷി ചേരണ്ടേ? ബന്ധപ്പെട്ടൊരു കക്ഷി ചേരണ്ടേ? അല്ല, ചേരണം. എങ്ങനെ ബന്ധപ്പെട്ടൊരു കക്ഷി ചേരുന്നത്? ചേരണം. അതായത് ബന്ധപ്പെട്ടൊരു കക്ഷി ചേരുന്നതിന് അവരെ കക്ഷി ചേരാതിരിക്കാൻ വേണ്ടി അവരെ വന്ന് ആള് പരസ്യമായിട്ട് പറയാം. അവരെ വന്ന് ഓരോരുത്തർ കണ്ട് സ്വാധീനിച്ചിരിക്കുമല്ലേ. പിന്നെ ആരാ കക്ഷി ചേരുന്നത്? ആരാ കക്ഷി ചേരുന്നത്? അതാണ് നമ്മൾ തുറന്നു പറയേണ്ടത്. അല്ല, അത് സത്യമാണ്. ഈ പറയുന്നവരെ കാണേണ്ട ആളുകളെ കാണുന്നത് കൊണ്ട് കക്ഷി ചേരാൻ ആളുകൾ പോകുന്നില്ല. അതായത് നമ്മുടെ പ്രകൃതിയുടെ വിഭവം അവിടെ കിടക്കുക. അത് നമ്മളെല്ലാം മോശമാക്കി, നമ്മളെല്ലാം ചൂഷണം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക്, നമുക്ക് അല്ല നമ്മുടെ ഈ വരുന്ന അതിഥികളായിട്ടുള്ള തീർത്ഥാടകർക്കെല്ലാം അസുഖം പകർന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പാറമട. എന്നതായാലും ദോഷകരമായി ഭവിക്കുമെന്നുള്ള സത്യം നമുക്കറിയാം. ഈ പാല് പോലെയാണ് വെള്ളം ഒഴുകുന്നത്. ആ പ്രദേശം മുഴുവൻ പൊട്ടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ദോഷകരമായി ഇന്നല്ലേ നാളെ സംഭവിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ആളുകളെല്ലാം, ബന്ധപ്പെട്ട അധികാരികളെല്ലാം അതിനുവേണ്ടി കണ്ണു തുറന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോടതി കക്ഷി ചേരണമെങ്കിൽ ആര് ചേരണം? കോടതി കക്ഷി ചേരണമെങ്കിൽ നീ ഗ്രാമപഞ്ചായത്ത് ഇനി അങ്ങനെ ശക്തമായ നിലപാട് കൊടുക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കക്ഷി ചേരട്ടെ. അത് കക്ഷി ചേരുന്നില്ല. അല്ല, അങ്ങനെ ഇപ്പോൾ ഒരു മുനിസിപ്പൽ കോടതിയിൽ നിന്നാണല്ലോ ഒരു പേപ്പർ ഇപ്പോൾ ഇവിടുന്ന് ഷോപ്പ് മെമ്മോ കൊടുത്തു. അവർ നേരെ കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതി കൊണ്ടുവന്നിട്ട് അവിടുന്ന് അതിന് അല്ല ജില്ലാ കോടതി ചെന്നിട്ട് പെർമിഷൻ മേടിച്ചിട്ട് വന്നാൽ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുക, അല്ലാതെ കണ്ട് അതിന് മുകളിലോട്ട് പോകുന്നില്ലല്ലോ. ആ പോകുന്ന തലത്തിലേക്ക് മാത്രമേ നടക്കത്തുള്ളൂ.
ഹൈക്കോടതി വരെ നമ്മുടെ നാട്ടുകാർ ഇവിടുന്ന് പോയി. നാട്ടുകാർ പോയപ്പോൾ അവർ ഫെയിലായിപ്പോയി. ഹൈക്കോടതി തള്ളിക്കളഞ്ഞു, കേസ് തള്ളിക്കളഞ്ഞു, അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസി അവിടെ നിൽക്കുക, ഗവൺമെൻറ്റിന് വേണ്ടി വക്കീൽ ഹാജരായി, ഗവൺമെൻറ്റിന് വേണ്ടി വക്കീൽ, ഗവൺമെൻറ്റിനോട് ചോദ്യം ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അതാണ് ഇതിൻ്റെ സത്യം. അല്ലെങ്കിൽ ഇതൊക്കെ എത്രയോ പണ്ട് ഇവിടെയുള്ള സാധാരണക്കാരായ അടക്കമുള്ള ആളുകൾ അവർക്കതുകൊണ്ട് പറയാനുണ്ടെന്നും പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ നമ്മളെ തടയാൻ ആൾ നിൽക്കുമല്ലേ അവിടെ. നമ്മുടെ ഈ നാട്ടുകാർ, നമ്മുടെ സഹോദരന്മാർ, അവർക്ക് ഒരാളിനെ ഡെയിലി 1000 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കഴിക്കുമോ? അവർ അനുകൂലമായിട്ട് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാണെന്ന് അവർ നിൽക്കുക. പിന്നെ ആളുകൾ പറയുന്നത് എന്നതാ? ആളുകൾ പറയുന്നത് ഇത് കല്ലില്ലെങ്കിൽ ഇവിടെ 5000 രൂപയ്ക്ക് കിട്ടുന്ന കല്ല് ഇവിടെ കല്ലില്ലെങ്കിൽ വെച്ച് ചെറിയുന്ന പോലെ അന്യ പ്രദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ 7500 8000 കൊടുക്കേണ്ടി വരും. 4 ലക്ഷം രൂപ ലൈഫിൻ്റെ വീട് കിട്ടുന്നവൻ 25000 രൂപ കല്ലിന് മുടക്കേണ്ടവൻ 50000 രൂപ കല്ലിന് മുടക്കിയാൽ അവൻ്റെ സ്ഥിതി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനൊക്കെ നമുക്ക് എന്താ ഉത്തരം പറയാനിരിക്കുന്നത്? ഇപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നം അതാണ് കേട്ടോ. പൊതുസമൂഹം ഉണരണം. പൊതുസമൂഹം നന്മയും തിന്മയും പൊതുസമൂഹം തിരിച്ചറിയണം. അവർക്ക് ആ താൽക്കാലികമായി അത് അറിയത്തില്ലാത്തടത്തോളം കാലം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് താൽക്കാലികമായി കിട്ടുന്ന ഒരു ലാഭമാണ് അത്. അവര് ഭാവിയിലേക്കുള്ളതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. അതാണ് അതിന്റെ കാര്യം. അവർ അന്നേരത്തെ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരിന്നെ എത്രയോ ആളുകൾ ക്യാൻസർ ആയിട്ട് പോകുന്നു. എത്രയോ ആൾ ഇന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയോ, ക്യാൻസർ പേഷ്യൻ്റ് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഇന്നലെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടു. വളരെ ദയനീയ സ്ഥിതിയാണ്, വളരെ ദയനീയ സ്ഥിതി. അവർ എത്ര ദിവസം ജീവിച്ചിരിക്കുന്നു പോലും അറിയത്തില്ല. ഞാൻ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു ഇനി അവർ വലിയ താമസമൊന്നുമില്ല, അവരെ മാന്യമായിട്ട് അവരെ സംരക്ഷിക്കണമെന്ന് ഇന്നലെ ഞാൻ അവരുടെ വീട്ടുകാരോട് പറഞ്ഞിട്ട് വന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ ഇദ്ദേഹം ചോദിച്ചു. എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. എരുമേലിയുടെ വികസനം, ശബരിമലയല്ല, എരുമേലിയുടെ വികസനം. എരുമേലിയുടെ വികസനം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എരുമേലിയുടെ വികസനം. അതുകൊണ്ട് വരുന്ന പഞ്ചായത്ത് കമ്മിറ്റി UDFൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയും UDFൻ്റെ ഗവൺമെൻറ്റും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എരുമേലിക്ക് ഒരു പുതിയൊരു പാക്കേജ് കൊണ്ടുവരുന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എൻ്റെ മനസ്സിലിരിക്കുന്ന എരുമേലിയുടെ സമഗ്ര വികസനം എന്ന് പറയുന്നത്, എരുമേലിയുടെ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ റിംഗ് റോഡുകൾ കംപ്ലീറ്റ് ആയാലേ എരുമേലിയുടെ വികസനം യാഥാർത്ഥ്യമാവുള്ളൂ. അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷനും എരുമേലിക്ക് അനിവാര്യമാണ്. എല്ലാ സർക്കാരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അങ്ങോട്ട് മാറി നമ്മുടെ വില്ലേജ് ഓഫീസ്, ഇപ്പം അങ്ങോട്ട് മാറി. ഇപ്പം നേരത്തെ വില്ലേജ് ഓഫീസ് ഇവിടെ ആയിരുന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ ഒരു സാധാരണക്കാരന് ഒരു വീട്, ലൈഫിൻ്റെ വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കുറഞ്ഞത് 2-3 സർട്ടിഫിക്കറ്റ് വേണം. SC സമുദായമാണെങ്കിൽ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണം, വരുമാന സർട്ടിഫിക്കറ്റ് വേണം, കൈവശ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യുന്നു. എന്നാലും പ്ലാൻ എടുക്കണമെങ്കിൽ ഇവിടെ വരണം, പ്ലാൻ എടുക്കണമെങ്കിൽ മാനുവലായിട്ട് നടക്കുകയുള്ളൂ, ഇവിടെ വരണം. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാം ഒരു കുടക്കീഴിലാണ് എല്ലാ സംവിധാനവും എങ്കിൽ ആളുകൾക്ക് സമയലാഭമുണ്ട്, എല്ലാ കാര്യങ്ങളും ഓടിക്കൂടി വരാനും എടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷൻ എരുമേലിയിൽ അനിവാര്യമാണ്. അതുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷൻ എരുമേലിക്ക് വരണം. അതുപോലെ തന്നെ ഏറ്റവും അധികം ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ വികസനം നടത്താൻ എളുപ്പം നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ വികസനം. ഇവിടെ നമ്മുടെ കുറച്ച് സ്ഥലം ഓപ്പണായിട്ട് മുകളിലുണ്ട്. അന്ന് ഞങ്ങൾ PC ജോർജ് MLA ആയിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ നമ്മുടെ അന്തരിച്ച മുജീബ് റഹ്മാനോട് അന്ന് യോഗത്തിനകത്ത് ഞാൻ PC-യുടെ അടുത്ത് പറഞ്ഞിട്ട്, PC സാറിനോട് ഞാൻ പറഞ്ഞിട്ട് മുജീബിനോട് സംസാരിച്ചാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 10 സെൻറ്റോ 20 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മുടെ പ്രപ്പോസൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ മുകളിൽ നമ്മളൊരു മിനി സിവിൽ സ്റ്റേഷൻ മുകളിൽ പണിയുക, താഴെ ബാക്കി എല്ലാം കൃത്യമായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇത് പണിയാനുള്ള സൗകര്യം കൊണ്ടുവന്നു. അപ്പോൾ ഇഷ്ടം പോലെ അതിന് സ്ഥലം കിടക്കുക. പക്ഷേ അതുപോലെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ വികസനം, ഈ ബസ് സ്റ്റാൻഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ 50 സെൻറ്റ് സ്ഥലം 1 രൂപ പോലും മേടിക്കാതെ കൊടുത്ത സ്ഥലമാണ്. ഒരു വെള്ളി രൂപ പോലും 50 സെൻറ്റ് മേടിച്ചിട്ടില്ല. 50 സെൻറ്റ് മേടിച്ച് ആദ്യം മാർക്കറ്റിന് 1962 എൻ്റെ ഗ്രാൻഡ് ഫാദർ മാർക്കറ്റിന് കൊടുത്തു. 62 മാർക്കറ്റ് ഇവിടെ നിന്ന് എന്തോ വഴക്കും പക്കണവും ഒക്കെ ആയിട്ട് മാർക്കറ്റ് മുക്കൂട്ടറയ്ക്ക് പോയപ്പോൾ അതിങ്ങനെ കടന്നു. 1977-78 കാലഘട്ടത്തിൽ അന്നത്തെ നമ്മുടെ അന്തരിച്ച നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PG മത്തായി സാറും അന്ന് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അന്ന് മുസ്ലിം ലീഗാണ് ഭരണം, പഞ്ചായത്തിന് ഭരണം. നമ്മുടെ PH അബ്ദുൽ സലാമിൻ്റെ പിതാവ് ABHും അവർ പിന്നെ നമ്മുടെ വേറെ നമ്മുടെ കല്ലമാക്ക തോമസ് ചേട്ടനുണ്ട്. ഇവരെല്ലാവരും കൂടി ഞാൻ വീട്ടിൽ വന്ന് അത്താഴത്ത് പറഞ്ഞ അനുസരിച്ച് അത് ഏതായാലും അത്താഴത്ത് വന്ന് ചോദിച്ചാൽ ഏതായാലും തമ്പിയാണ് ഇത് പഞ്ചായത്തിന് കൊടുത്തതാണല്ലോ, അതുകൊണ്ട് കൂടെ ബസ് സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവരാൻ ഒരു 20 സെൻറ്റ് സ്ഥലം കൂടെ കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഈ വഴി കയറി വരുന്ന 20 സെൻറ്റ് സ്ഥലം അതിന് വിലയും നന്നാക്കാമെന്ന് പറഞ്ഞു. അന്ന് നാട്ടിലുള്ള വില കിട്ടിയില്ല. സെൻറ്റിന് 2000 രൂപയ്ക്ക് മേളിൽ അന്നുകൂടെ വിലയുള്ളപ്പോൾ നമുക്ക് 1000 രൂപ വില തന്നുള്ളൂ. സെൻറ്റിന് 1000 രൂപ വെച്ച് 20 സെൻറ്റ് സ്ഥലവും കൊടുത്ത് ബസ് സ്റ്റാൻഡിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എന്ത് വിലയാണെങ്കിലും ഇതിനോട് ചേർന്ന് കിട്ടുന്ന സ്ഥലം വികസനത്തിൽ എന്ന് പറഞ്ഞാൽ തരാത്തരാരും ഇല്ലല്ലോ. അവർക്ക് എന്ത് വിലയാണെന്ന് വെച്ചാൽ മാന്യമായ വില കൊടുത്തത് കൊടുക്കണം, അത് യാഥാർത്ഥ്യമാക്കണം. ബസ് സ്റ്റാൻഡിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കണം. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒരു സത്യത്തിലൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് പോലും ഈ ബസ് സ്റ്റാൻഡിനകത്തില്ല. എരുമേലി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് ആരെങ്കിലും വന്നാൽ, ഏതെങ്കിലും ഒരു സ്ത്രീ, കഴിഞ്ഞ ദിവസം
കഴിഞ്ഞ ദിവസം ഞാൻ വെളുപ്പിനെ എൻ്റെ മകളെ പെരിയാറിന് കയറ്റി വിടാൻ വേണ്ടി ഞാൻ 7 മണിക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ലേഡി വന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ അമ്പലത്തിൽ KSRTCയുടെ കാര്യം പറഞ്ഞു, അമ്പലത്തിൻ്റെ അകത്തൊരു ടോയ്ലറ്റ് ഉണ്ടല്ലോ, ആ ടോയ്ലറ്റിൽ ഓടുന്നു. ആ ടോയ്ലറ്റ് പോലും തുറന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഏറ്റവും അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമല്ലോ, ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ഐഡിയ ആണ്. ഇതിനെല്ലാം ഒരു പാക്കേജ് നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യങ്ങളായിരിക്കുകയല്ല ചിലപ്പോൾ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് വിവിധ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ഫോർമുല തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകണം. എത്ര ഫണ്ട് വേണമെങ്കിലും തരാൻ കേന്ദ്ര സർക്കാരുണ്ട് തയ്യാറാണ്. കാരണം നമ്മുടെ എരുമേലി പോലുള്ളൊരു സംവിധാനത്തിൽ എത്ര കോടി രൂപ വേണമെങ്കിലും അവർ പിന്നെ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുക എന്ന് മാത്രമാണ്. രണ്ട് കാര്യം വേണം. ലോക്കൽ ബോഡി ഗവൺമെൻറ് ആര് നിയന്ത്രിക്കുന്നു, ശക്തമായി അവർക്ക് ഇച്ഛാശക്തി വേണം, അവർക്കൊരു തോന്നൽ വേണം, ഇത് വികസനമാണ്. ഇത് കൊണ്ടുവരാം. ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ, പല ആളുകളും വരുന്നവരും പോകുന്നവരും ഒക്കെ അവരുടെ ആഗ്രഹം പഞ്ചായത്തിന്റെ വണ്ടി വന്ന് വീടിന് മുറ്റത്ത് കിടക്കണം. അന്നേരം എന്ത് ചെയ്യണം? പഞ്ചായത്തിന്റെ വണ്ടി വരണം, ഡ്രൈവർ പഞ്ചായത്തിന്റെ വണ്ടി വരണം, വീട്ടിൽ വന്ന് വരണം, വീട്ടിൽ നിന്ന് കയറണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. അത് പോരാതെ ജനത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം, ദൂരവ്യാപകമായ കാഴ്ചപ്പാടുള്ള ഒരു ലോക്കൽ ബോഡി ഗവൺമെന്റ് വന്നാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആഗ്രഹം. അടുത്ത് വരുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ തീർച്ചയായിട്ടും. കാരണം നമ്മുടെ എരുമേലി ടൗണിലൊക്കെ ജനറൽ വാർഡുകൾ കുറവാണ്. അതായത് ഇനി വരുന്ന ഒരു ഭരണസമിതി, അതായത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുമോ? ഇല്ല, നമ്മൾ കഴിഞ്ഞ അനുഭവത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് പാരമ്പര്യമുള്ളവരെ നിർത്തണമെന്നാണ് ഇന്ന് വരെ ഞാൻ 2 കമ്മിറ്റി പങ്കെടുത്ത് ചെയ്യുക. ഇതുവരെയുള്ള അത് രണ്ടും കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുമാണ്. അപ്പോൾ ഇതുവരെയുള്ളൊരു തീരുമാനം നമ്മൾ അങ്ങനെ പ്രസ്ഥാനത്തിനോടും ജനത്തിനോടും കൂടെ കൂറുവാണല്ലോ. ജനം വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനം UDFിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജനം UDFിനെ വോട്ട് ചെയ്യുന്നത്, LDF ആണെങ്കിൽ LDFിനെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ജനത്തിനോടുള്ള കൂറ് പോലും നിറവേറ്റാതാണ് താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മാറി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇതുവരെയുള്ള നിലപാട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്.